നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ഏറ്റവും അധികം വായിക്കുന്ന വചനഭാഗങ്ങളാണ് സങ്കീർത്തനം. പ്രത്യേകിച്ച് 91 സങ്കീർത്തനമല്ല, അത് മോശ എഴുതിയ സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനത്തിന് മുമ്പേയുള്ള സങ്കീർത്തനത്തിൽ മോശ ഇപ്രകാരം ഒരു വാക്യം പറയുന്നു: നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും പകരം ഞങ്ങൾക്ക് നൽകണമേ, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് മോശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ 90 സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു: കർത്താവേ, നീ തലമുറ തലമുറയായി, യഹോവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറയുന്നു. നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവം, മോശയുടെ കാലഘട്ടത്തിൽ മോശ അനവധി അനർത്ഥങ്ങൾ അവിടെ പറയുന്നുണ്ട്. ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾ, അനർത്ഥങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് പകരം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ, ആ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് എത്തുന്ന ആ വർഷങ്ങൾക്കിടയിൽ അവർക്ക് പലതും അനുഭവിക്കേണ്ടി വന്നു. ആ മുതിർന്ന തലമുറയിൽപ്പെട്ട ആരും ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചില്ല. അവർ പിറുപിറുത്തപ്പോഴും ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്തപ്പോഴും അന്യാരാധനകൾ അവർ അവിടെ കൊണ്ടുവന്നപ്പോഴും എല്ലാം ദൈവത്തിൽ നിന്ന് അനവധിയായിരുന്ന ശിക്ഷകൾ അവർ വാങ്ങുകയും പല രീതിയിൽ അവരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് മോശ കണ്ടു. അതുകൊണ്ട് മോശ പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങൾ ക്ലേശം അനുഭവിച്ചു, ഞങ്ങൾക്ക് അനർത്ഥങ്ങൾ വന്നു, ആ സംവത്സരങ്ങൾക്ക് പകരം ഞങ്ങൾക്ക് സന്തോഷത്തെ നൽകണമേ എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും കഴിഞ്ഞ വർഷങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്തതുപോലെ എത്രയോ നന്മകൾ പ്രതീക്ഷിച്ച സ്ഥാനത്ത് തിന്മകളും പരാജയവും അനർത്ഥങ്ങളും സങ്കടവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു. പലതും നാം എത്രമാത്രം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും മാറ്റാൻ നോക്കി ഒന്നും നടന്നില്ല. പല പ്രാർത്ഥനകൾക്കും നമുക്ക് മറുപടി ലഭിച്ചില്ലയോ എന്നെല്ലാം സങ്കടത്തോടു കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പറയാം: കർത്താവേ, നീ പകരം നൽകുന്നൊരു ദൈവമാണ്, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്, ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമാണ്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, സമാധാനത്തെ നൽകുന്ന ദൈവമാണ്. കാരണം കർത്താവായിരിക്കുന്ന യേശു കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ സകല തകർച്ചകളെയും സകല വിധമായിരിക്കുന്ന ദുഃഖങ്ങളെയും അവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വന്നതെല്ലാം ദൈവം ആ അവസ്ഥകളെയെല്ലാം മാറ്റി ഒരു പുതുക്കത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നടത്തുന്ന സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, നന്മയുടെ ദിവസങ്ങൾ, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നമുക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം മോശയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിന് പകരം അവിടെ നിന്ന് ഞങ്ങൾക്ക് സന്തോഷത്തെ നൽകണമേ, ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന് ദൈവവചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.